കഴിയും. നമ്മൾ വീണ്ടും കൊച്ചി നഗരത്തിലേക്കാണ് പോകുന്നത്. കൊച്ചി നഗരത്തിൽ നിരവധി അപകട മേഖലകളുണ്ട്. അതിലൊന്നാണ് മുമ്പ് നമ്മൾ കണ്ടത്. പക്ഷേ നഗരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടം ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയാണ് വൈറ്റിലയ്ക്കും പാലാരിവട്ടം പാലത്തിനും ഇടയിലുള്ള ഭാഗം. മുൻ മിസ് കേരള ഉൾപ്പെട്ട മോഡലുകളുടെ അപകടമരണം സംഭവിച്ചതും ഈ മേഖലയിലാണ്. ദീർഘദൂര ബസ്സുകൾ പലതവണ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അമിത വേഗവും അശ്രദ്ധയും ഒരു പരിധിവരെ അപകടത്തിന് കാരണമാവുന്നുമുണ്ട്. അപകട മേഖലയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒന്നുമില്ല എന്നതും ആ മേഖലയെ കൂടുതൽ പ്രത്യേകതയാക്കുന്നുമുണ്ട്. 2021 കേരള പിറവി ദിനം, അത് ഒരു വലിയ അപകട വാർത്തയോടുകൂടിയാണ് കൊച്ചി നഗരം ഉണരുന്നത്. അന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇടപ്പള്ളി നിന്ന് കടന്ന് വൈറ്റിലയിലേക്ക് പോകുന്ന ദേശീയപാത ഇവിടെ ചക്കരപ്പറമ്പ് വെണ്ണല ഭാഗത്ത് വെച്ച ഒരു കാർ അപകടമുണ്ടാകുന്നു. 3 പേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. 2019 മിസ് കേരളയും അതോടൊപ്പം അതിൻ്റെ റണ്ണറപ്പും അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ കൂടി ഇതിൽ അപകടത്തിൽപ്പെട്ട് മരണമടയുന്നു. വലിയ ഞെട്ടലാണ് കേരളം അന്ന് ഉണ്ടായത്. കാരണം ഇങ്ങനെയൊരു ദാരുണമായ ഒരു അപകടം അതിൻ്റെ പുലർച്ചെ തന്നെ ഉണ്ടാകുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഈ മേഖല അപകടത്തിൻ്റെ മറ്റൊരു തുരുത്തായി അടയാളപ്പെടുകയായിരുന്നു. നിരവധിയായ വാഹനാപകടങ്ങൾ, അതിന് മുന്നേയും വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങളുടെ ഒരു വേഗത, അത്തരം കാര്യങ്ങളിൽ പിന്നീടാണ് കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നത്. എന്തുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ വാഹനാപകടങ്ങൾ കൂടുതലാണ് ഈ മേഖലയിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ആളുകളെ കടന്നു പോകുന്നതിനടക്കം ഒരു കൃത്യമായ ഒരു സംവിധാനങ്ങൾ, റോഡ് ക്രോസ് ചെയ്യുന്നതിനടക്കമുള്ളൊരു സംവിധാനങ്ങൾ ഇല്ല എന്നതൊരു അപര്യാപ്തത തന്നെയാണ്. സീബ്ര ലൈനുകളുണ്ട്, അതിലൂടെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ആളുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എല്ലാം തന്നെ കടന്നു പോകാം. ഒപ്പം അപ്പുറത്ത് പാലാരിവട്ടം മേൽപ്പാലം പൂർത്തിയായതിനു ശേഷം വളരെ പെട്ടെന്ന് ഇവിടേക്ക് വാഹനങ്ങൾ കുതിച്ചെത്തും. തൊട്ടപ്പുറത്ത് വൈറ്റിലയിലേക്ക് വരുമ്പോൾ വൈറ്റില പാലങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തുറസായി കടന്നു പോകാൻ കഴിയുന്ന ഒരു മേഖല ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വേഗത കൂടുന്നുണ്ട്, ഒപ്പം അപകടങ്ങളും അതിനൊപ്പം തന്നെ കൂടുന്നുണ്ട്. പുലർച്ചെ മിസ് കേരള മത്സരാർത്ഥികളുടെ എല്ലാം തന്നെ ഒരു മരണമുണ്ടായതും പുലർച്ചെയായിരുന്നു. അത് വാഹനങ്ങളുടെ അമിത വേഗമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുകയും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിലടക്കം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. നമുക്കൊപ്പം ഈ പരിസരത്തുള്ളവർ തന്നെ ചേരുന്നുണ്ട്. കാരണം പലപ്പോഴും വാഹന അപകടങ്ങളിൽപ്പെടുന്നവരെ സഹായിക്കാനടക്കം ചേരുന്നവരാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ആൽബർട്ട് അല്ലേ? ഇവിടെ കൂടുതലായ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയെന്ന് പൊതുവെ പറയുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഇത് ഒരു 13 വർഷത്തിന് മുമ്പാണ് ഒരു വലിയ അപകടം. ഇവിടെ ഒരു ഹിന്ദിക്കാരൻ പാൻ മസാല വിറ്റുകൊണ്ടിരുന്ന ഒരാള് ആ ഭാഗത്തേക്ക് ഒരു അമിത വേഗതയിൽ വന്ന ഒരു കാറ് ഇടിച്ചു കയറുകയും ഒരു 3 പേര് സ്പോട്ടിൽ അന്ന് മരിച്ച് ഒരാളുടെ കാലൊടിഞ്ഞ് അങ്ങനെ വലിയൊരു അപകടം ഉണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് ഇതൊരു അപകട മേഖലയായിട്ട്, അതായത് മെഡിക്കൽ സെന്റർ കഴിഞ്ഞ് ഗീതാഞ്ജലി എന്ന് പറയുന്ന സ്റ്റോപ്പിന് ഇപ്പുറത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ മിക്കവാറും ട്രാൻസ്പോർട്ട് ബസ് കയറി മീഡിയയിൽ കയറി അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടി, അത് അപകടങ്ങളുടെ ഒരു പരമ്പര ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും നമ്മുടെ ട്രാഫിക് പോലീസിന് യാതൊരു കൺട്രോളും ഇല്ല. അവര് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് പോലീസിന്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെറ്റിയടിക്കുക, പൈസ മേടിക്കുക, മറ്റുള്ള കാര്യങ്ങൾ, കാശുകൾ എങ്ങനെ പൊല്യൂഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഹെൽമറ്റ് ഇല്ലേ, ഈ കാര്യങ്ങൾ പരിശോധിക്കലല്ലാതെ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും ഈ 13 വർഷം തുടർച്ചയായിട്ട് അപകട മേഖലയായിട്ട് കണ്ടുവരുന്ന ഈ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ മൂലകാരണം എന്താണെന്ന് പരിശോധിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനൊരു 2 അപകടം ഉണ്ടായാൽ അവരവിടെ പഠിച്ച് എന്താണ് അവിടെ ട്രാഫിക് നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സാങ്കേതികമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരത് ചെയ്യും. അപകട മേഖലയിൽ മെയിനായിട്ട് വേണ്ടത് ട്രാഫിക് വാർഡൻ വേണം. ട്രാഫിക് വാർഡനാണ്. ട്രാഫിക് വാർഡൻ ഇടയ്ക്ക് വരും, പക്ഷെ ട്രാഫിക് വാർഡൻ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് സ്ഥിരമായിട്ടൊരു വാർഡനെ ആവശ്യം. അപ്പൊ വാർഡൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന വാഹനത്തിന്റെ ഒരു വേഗതയും കൂടുതലാണ് ഇവിടെ പൊതുവെ. അതിവിടെ ലൈൻ ട്രാഫിക് കറക്റ്റ് ആയതാ ഇത് ശരിയാകും. കാരണം ലൈൻ ട്രാഫിക് ഇല്ല, അതാണ് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ബോധവൽക്കരണം ഈ കാൽനട യാത്രക്കാർക്കും കൂടി വേണം.
എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നോക്കി കിടക്കുക. ഇപ്പൊ നമുക്ക് തന്നെ അനുഭവം എന്ന് പറഞ്ഞെങ്കിൽ സിഗ്നലുകളിലൊക്കെ നമുക്ക് അനുഭവമാണ്. സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ട്രാഫിക് കാൽനടക്കാരെ വന്ന് ക്രോസ് ചെയ്ത് വരുന്ന ഒരു അനുഭവമുണ്ട് വന്നത്. അപ്പൊ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതും കൂടി ഇതിനെ ഭാഗമാക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. വലിയ അപകട മേഖല എന്ന് തന്നെയാണ് പലപ്പോഴും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾ സഹായിക്കേണ്ട ഘട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞങ്ങള് ആൾക്കാരൊക്കെ എടുത്തു മുമ്പോട്ടുള്ളതാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു ബൈക്കുകാരനും അവിടെ ഇടിച്ച്, കാറും ബൈക്കും കൂടി ഇടിച്ചാണ്. കാറ് തന്നെ പുറകെ ഇടിച്ച് വട്ടം ചാടല് സ്ഥിരമായിട്ട് വാടന നിർത്തിക്കണേ കുറെയൊക്കെ ഇതാക്കാം. ഇവിടെ ആരുമില്ല നോക്കി ഈ വട്ടം ചാടല ആൾക്കാർ. സീബ്രാലി എന്ന് പറയല്ല, വണ്ടി സ്പീഡ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ചവിട്ടി നിൽക്കില്ല. മഴയൊക്കെ ആണെങ്കിൽ നല്ലോണം അടിക്കും. ഇത് മരിക്കണമെന്ന് പറയാൻ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. രാവിലെയാണ് പലപ്പോഴും അപകടം. രാവിലെ തിരക്കുണ്ടാകുമ്പോൾ ഇതിന് വൈകിട്ട്. എന്തായാലും അവർ പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഇതൊരു ശരിയായ ട്രാഫിക് സിഗ്നലുകളുടെയും അതോടൊപ്പം തന്നെ ഒരു നിയന്ത്രണങ്ങളുടെയും ഒരു അഭാവം കൊണ്ടാണ് ഈ മേഖലയിൽ കൂടുതലായും അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇവിടെ ഈ വഴി കടന്നു പോകുന്നവർക്ക്, ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർക്ക് കൃത്യമായി അറിയാൻ കഴിയും. കാരണം ഇവിടെ പാലാരിവട്ടം പാലം കഴിഞ്ഞ് വൈറ്റ്ല പാലത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഭാഗം, അത് അവിടെ ഈ അടുത്തിടെയുണ്ടായ, നമ്മൾ തന്നെ പലതവണ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഉണ്ടായ അപകടങ്ങൾ നിരവധിയാണ്. പ്രത്യേകിച്ച് പുലർച്ചെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇതെല്ലാം തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഇതെല്ലാം തന്നെ മാറിയിരിക്കുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു അവബോധം എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. ട്രാഫിക് അധികാരികളടക്കം ഇതിലേക്ക് സത്വരമായി ഇടപെടേണ്ടതുമാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. അതാണ് ദേശീയപാതയിൽ കൊച്ചി നഗരത്തിൽ ഇടപ്പള്ളിക്കും ഒപ്പം വൈറ്റിലയ്ക്കും ഇടയിലുള്ള അവസ്ഥ ഇതാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗരൂകമാവേണ്ട ഓർമ്മപ്പെടുത്തൽ കൂടി അവിടെയുണ്ട്. സർക്കാരിൻ്റെ നമ്മുടെ ഗതാഗത വകുപ്പിൻ്റെ ബ്ലാക്ക് സ്പോട്ടിൽ ഒന്നുകൂടിയാണ് ആ മേഖല എന്ന കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തട്ടെ.